അവിടുത്തെ ശരീരത്തിലുള്ള ആ പ്രത്യേകതയിൽ എന്തെങ്കിലും ഒരു കുറവ് വരുത്തുന്ന രീതി അല്ല എന്ന് ബോധ്യപ്പെടുത്തൽ നമ്മുടെ ബാധ്യതയാണ്. ഈ സംസാരങ്ങളെ ശ്രമിക്കുന്നതായ ശ്രോതാക്കളോടും സുന്നതമായതിന്റെ സംഘാടകർക്കും പ്രവർത്തകർക്കും ഓർമ്മപ്പെടുത്താനുള്ളതും അതുതന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീര പ്രകൃതി തന്നെ അതൊരു സാധാരണ പ്രകൃതിയല്ല എന്നു നാം മനസ്സിലാക്കുക. സഹാബികളോടും മൗദൂദികളോടും നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും പറയാനുള്ളത് ഇപ്പോഴും തന്നെ പറയുന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീര പ്രകൃതി അതൊരു സാധാരണ പ്രകൃതി അല്ല എന്നും ഈ ചർച്ചകളിൽ നമുക്ക് ബോധ്യപ്പെടണം. നമ്മളത് മനസ്സിലാക്കണം. ഇന്നി ലസ്തു മിസിലക്കും ലസ്തു കൈഹത്തിക്കും, എന്റെ പ്രകൃതി നിങ്ങളുടെ പ്രകൃതി ഒരു സാധാരണ മനുഷ്യന്റെ അവയവം പോലെ അല്ല എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഹബ്ബു ശൈത്താൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക അംശം മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മുറിച്ചു കളഞ്ഞത് മഹാനായാണ്. അത് പൈശാചിക ബാധ ഏൽക്കാൻ പറ്റുന്ന, പിശാചിന്റെ പ്രേരണ ഏൽക്കാൻ പറ്റുന്ന മനുഷ്യനിൽ സൃഷ്ടാവ് പഠിച്ചിട്ടുള്ള ഒരു കഷ്ടമാണ്. ആ കഷ്ടത്തെ ജനമധ്യത്തിൽ വെച്ച് കൂടെ കളിക്കുന്ന കുട്ടി മലർത്തി കറപ്പിയുടെ ബാഹ്യമായ ഒരു ഓപ്പറേഷനിലൂടെ മുറിച്ചു കളഞ്ഞുകൊണ്ട് ജിബിരിൽ പ്രഖ്യാപിച്ചു, ഇത് ഹബ്ബു ശൈത്താനാണ്, ഇത് പിശാചിന്റെ ബാധ ഏൽക്കുന്ന കഷ്ടമാണ്, ഇത് ഈ കുട്ടിയിൽ വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് വലിച്ചെറിഞ്ഞതിനെ കുറിച്ച് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്നല്ലോ പറ്റൂല. എന്തേ കാരണം? പിൽക്കാലത്ത് മനുഷ്യന്റെ അവയവങ്ങളെ കുറിച്ച് പഠനം നടത്തുമ്പോ മനുഷ്യനാണ്, ആ മനുഷ്യനിലും അങ്ങനെ ഒരു കഷ്ടം ഉണ്ടായിട്ടുണ്ട്, അയാൾ ഇവിടെ പ്രഖ്യാപിച്ചതും പ്രചരിപ്പിച്ചതും അയാൾ കേട്ടിട്ടുണ്ട് എന്ന് പിൽക്കാലത്ത് സാധാരണ പ്രകൃതിപരമായി ഉണ്ടാകുന്ന ആ